Bismillah, alhamdulillah, wassalatu wassalamu ala ashrafi rasulillah wa ala alihi al-faizina biridwallahi amma ba'd. ഏറ്റവും ബഹുമാനം നിറഞ്ഞ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള കമ്മിറ്റി ഭാരവാഹികളെ, പ്രിയപ്പെട്ട ഉസ്താദുമാർ, വിദ്യാർത്ഥിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ സംഗമിച്ചതുപോലെ നാളെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന അള്ളാഹുവിന്റെ സ്വർഗീയ സോപാനമിൽ ഇതുപോലെ സംഗമിക്കാൻ, ഇതിലും വലിയ സദസ്സിലായി സംഗമിക്കാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഇന്ന് മുഅല്ലിം ഡേ ആചരിക്കുന്ന ദിവസമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. ബഹുമാനം നിറഞ്ഞ നമ്മുടെ മുഅല്ലിമീങ്ങൾ, അവർ ഈ സമൂഹത്തിന് നൽകുന്ന, സമർപ്പിക്കുന്ന സേവനത്തിന്റെ ആ ഒരു മൂല്യം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അവരുടെ ക്ഷേമത്തിനും വേണ്ടിയാണ് നാം ഇത്തരത്തിലുള്ള പരിപാടികൾ കൊണ്ടു നടക്കുന്നത്. 2010 മുതലാണ് യഥാർത്ഥത്തിൽ ജനപങ്കാളിത്തത്തോടുകൂടി മുഅല്ലിം ഡേ ആചരിച്ചു തുടങ്ങുന്നത്. ഈ മുഅല്ലിം എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഇലാഹിയായിട്ട് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്തിയ ആ വൈജ്ഞാനിക വിപ്ലവത്തിനാണ് ഇൽമ് എന്ന് പറയുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്ന ലോകത്തിന്റെ പ്രകാശത്തിന്റെ വിത്തുകൾ പാകി ഈ ലോകം മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഇൽമിന്റെ വക്താക്കളാണ് മുഅല്ലിമീങ്ങൾ എന്ന് പറയുന്നത്. ഉപരിലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശിപ്പിച്ചത് സൂര്യനെ കൊണ്ടും നക്ഷത്രങ്ങളെ കൊണ്ടും താരാപഥങ്ങളെ കൊണ്ടുമാണ് എങ്കിൽ ഈ ഭൂപ്രദേശത്തെ, ഭൂമിലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശിപ്പിച്ചിരിക്കുന്നത് ഇൽമു കൊണ്ടും മുഅല്ലിമീങ്ങളെ കൊണ്ടും മുതഅല്ലിമീങ്ങളെ കൊണ്ടുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാടിന് മുഅല്ലിമീങ്ങൾ നൽകുന്ന സേവനം അനിർവചനീയമായ സേവനമാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം അല്ലാഹുവിന്റെ നൂറാണ് ഇൽമ് എന്ന് പറയുന്നത്. ആ ഇൽമ് കരസ്ഥമാക്കിയ അവർ ഈ സമൂഹത്തിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ജഹാലത്തിനെ തെളിയിക്കാൻ വേണ്ടി, അതിൽ നിന്ന് അവരെ കരകയറ്റുവാൻ വേണ്ടി കഠിന പ്രയത്നം അനുഭവിക്കുന്നവരാണ്, അതിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നവരാണ് മുഅല്ലിമീങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ അവരുടെ സേവനത്തെ ഒരിക്കലും ചെറുതായി കാണരുത്. ആ ഇൽമ്, ആകുന്ന നൂറ് ഈ ലോകത്ത് നിന്ന് അസ്തമിച്ചു കഴിഞ്ഞാൽ ഈ ലോകം ഇരുട്ടിലാകുമെന്ന്